നമസ്കാരം. ഇടത് സർക്കാർ പ്രഖ്യാപനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്നായിരുന്നു കെ ഫോൺ പദ്ധതി. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതി വലിയ അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കാൻ പണമില്ല എന്നത് തന്നെയാണ് കാരണം. ഒടുക്കം കടമെടുത്ത് പദ്ധതി വീണ്ടും ശക്തമാക്കാൻ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിനുവേണ്ടി ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാൻ മന്ത്രിസഭയ്ക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. 25 കോടി രൂപയാണ് ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കടമെടുക്കാൻ തുനിയുന്നത്. 5 വർഷത്തേക്ക് വായ്പയുടെ കാലാവധിയുണ്ട് എന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പ് ഇത് കൊടുത്തു തീർക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം 2.5 വർഷം കൂടെയേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടത് നേതാക്കൾ എടുക്കുന്ന കടം മറ്റ് പലരിലേക്കും എത്തുമെന്നത് യാഥാർത്ഥ്യം. 8.5% മുതൽ 9.2% വരെയാണ് വായ്പയുടെ പലിശയായി പറയുന്നത്. വായ്പ കൊടുക്കണമെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്നാണ് ഇന്ത്യൻ ബാങ്കിന്റെ നിലപാട്. ഇതോടെ സർക്കാർ ഗ്യാരണ്ടി ലഭ്യമാക്കാൻ IT വകുപ്പിലെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ മുമ്പാകെ ഫയൽ സമർപ്പിച്ചിരിക്കുകയാണ്. മന്ത്രിസഭ അംഗീകരിച്ചതോടെ ഈ മാസം 7-ന് വായ്പയെടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. കെ ഫോണിന്റെ പ്രവർത്തനത്തിന് മൂലധനം കണ്ടെത്താൻ ബാങ്ക് ലോൺ ലഭ്യമാക്കുക, കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുക, കെ ഫോണിനെ സ്റ്റാർട്ട് അപ്പ് ആയി അംഗീകരിച്ച വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയ മാർഗങ്ങളാണ് തേടിയിരിക്കുന്നത്. കിഫ്ബി കൈമലർത്തിയെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. ഇതോടെയാണ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. 1000 കോടിയുടെ കെ ഫോൺ പദ്ധതി 1542 കോടിയായതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. കെ ഫോൺ അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. പ്രവർത്തിക്കാൻ പണമില്ല, കടുത്ത പ്രയാസത്തിലാണ് കെ ഫോൺ എന്നതാണ് നിലവിലത്തെ സാഹചര്യം. സർക്കാർ ഓഫീസുകൾക്ക് ഇന്റർനെറ്റ് സേവനം നൽകിയ വകയിൽ കെ ഫോണിന് 5 കോടിയിലധികം രൂപ കിട്ടാനുണ്ട്. പണം കിട്ടാതെ കെ ഫോൺ പ്രതിസന്ധിയിലായതോടെ എല്ലാ ഓഫീസുകളും ബില്ലടയ്ക്കണമെന്ന് IT വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഒരു മാസത്തെ ചിലവ് നടത്താൻ കെ ഫോണിന് ഏകദേശം 15 കോടിയോളം രൂപയാണ് ആവശ്യമായുള്ളത്. ലക്ഷ്യമിട്ട കണക്ഷനുകൾ നൽകാനാവാതെ വിമർശനം ഏറ്റുവാങ്ങുന്ന കെ ഫോൺ പദ്ധതി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് വീണ്ടും 25 കോടി രൂപ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. നൽകിയ ഇന്റർനെറ്റ് സേവനത്തിനും പണം കിട്ടാനില്ല എന്നതാണ് സ്ഥിതി. ഒക്ടോബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ബില്ലിംഗ് തുടങ്ങിയിട്ടുമുണ്ട്. ഡിസംബർ വരെ 3 മാസത്തെ ബില്ല് 5 കോടിയിലെത്തിയെന്നാണ് കണക്ക്. പണത്തിനായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ അദ്ദേഹവും കൈമലർത്തിയിരുന്നു. തുടർന്നാണ് ഓരോ സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകമായി ബില്ല് അയക്കാൻ IT വകുപ്പ് നിർദ്ദേശിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകിയ കണക്ഷനുകളിൽ നിന്ന് മാത്രമാണ് വരുമാനം ലഭിക്കുന്നത്. 4300 കിലോമീറ്റർ ഡാർക്ക് ഫൈബർ ആണ് ഇതുവരെ വാടകയ്ക്ക് നൽകാനായിട്ടുള്ളത്. കിലോമീറ്ററിന് ശരാശരി 8000 രൂപ വെച്ച് കണക്കാക്കിയാൽ 3.4 കോടി രൂപ ഇതുവഴി കിട്ടാനുണ്ട്. ഇന്റർനെറ്റ് ലീസ് ലൈനാണ് മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഇതിൽ 4000 വാണിജ്യ കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുവരെ സർക്കാരിന് ലഭിച്ചത് 34 എണ്ണം മാത്രമാണെന്നാണ് കണക്ക്. ഇതിന്റെ നിരക്ക് ബിസിനസ് കാരണങ്ങളാൽ കെ ഫോൺ പുറത്തുവിട്ടിട്ടുമില്ല. സൗജന്യ കണക്ഷൻ മാത്രമല്ല, വാണിജ്യ കണക്ഷനുകളിലും ഉദ്ദേശിച്ച പുരോഗതിയൊന്നും നടന്നിട്ടില്ല എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യതകൾ കൂടുതൽ വരുത്താൻ വേണ്ടി സർക്കാർ 25 കോടി രൂപ അടുത്തതായി കടമെടുക്കാൻ പോകുകയാണ് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്.